നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ദൈനംദിന ആവശ്യങ്ങൾക്ക് പോലും വിദേശ വായ്പയ്ക്കായി യാചിക്കുന്ന പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷം. ഭക്ഷണം ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരുവിൽ പ്രക്ഷോഭത്തിലാണ്. രാജ്യത്തിന്റെ അതിർത്തി പ്രവിശ്യകളിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ശക്തം. പാക് സേനയുമായി നിരന്തര പോരാട്ടത്തിനൊടുവിൽ ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ തലസ്ഥാനമായ ഖ്വറ്റ ബലൂച്ച് വിമോചന സായുധ സംഘം നിയന്ത്രണത്തിലാക്കിയതായി റിപ്പോർട്ടുണ്ട്. വടക്കുപടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പക്തൂൻഖ്വയിൽ പാകിസ്ഥാൻ താലിബാൻ പാക് ഭരണകൂടത്തിനെതിരെ ആക്രമണം ശക്തമാക്കി. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം നടത്തുന്ന തെഹ്രികെ ഇൻസാഫ് പാർട്ടിയിലെ ആയിരക്കണക്കിന് പ്രവർത്തകർ സുരക്ഷാ സേനയുമായി പലയിടത്തും ഏറ്റുമുട്ടുന്നു. പൗരന്മാർക്ക് കൊടുക്കുന്നതിന്റെ 2 ഇരട്ടി സുരക്ഷ നൽകിയിട്ടും പാലൂട്ടി വളർത്തിയ ഭീകര നേതാക്കൾ കൊല്ലപ്പെട്ടത് പാക് ഭരണകൂടത്തെ ആഭ്യന്തര സമ്മർദ്ദത്തിലാക്കി. ഇന്ത്യയിൽ നിന്ന് ഏറ്റ തിരിച്ചടികളിൽ സ്വന്തം ജനങ്ങൾക്ക് മുന്നിൽ തല താഴ്ത്തേണ്ട അവസ്ഥയിലായ പാക് സൈന്യത്തിലും ഭിന്നത രൂക്ഷമാണ്. സൈനിക മേധാവി അസിം മുനീറിന്റെ രാജി ആവശ്യപ്പെട്ട് സൈന്യത്തിൽ ഉന്നതരുടെ നീക്കം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. പിറവിയെടുത്ത കാലം മുതൽ രാഷ്ട്രീയ സാമ്പത്തിക അരക്ഷിതാവസ്ഥയുടെ ഇരയായ പാകിസ്ഥാന് ഇപ്പോഴത്തെ ആഭ്യന്തര പ്രതിസന്ധികൾ തരണം ചെയ്യാനാകുമോ എന്ന ആശങ്ക പങ്കുവയ്ക്കുകയാണ് രാജ്യാന്തര നിരീക്ഷകർ. പാകിസ്ഥാനിൽ ഷഹ്ബാസ് ഷെരീഫ് ഭരണകൂടത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ച് ആഭ്യന്തര സംഘർഷം ശക്തമായി തുടരുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രവിശ്യകളിൽ മാത്രമല്ല, തലസ്ഥാനത്തും പ്രധാനപ്പെട്ട നഗരങ്ങളിലും പടരുന്ന ആഭ്യന്തര സംഘർഷത്തിൽ പകച്ചു നിൽക്കുകയാണ് പാക് ഭരണകൂടം. ഒരേ സമയം ബാഹ്യശക്തികളെയും ആഭ്യന്തര ശത്രുക്കളെയും നേരിടേണ്ട കടുത്ത പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. ആഭ്യന്തര സംഘർഷത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തുന്നത് ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ്. പാകിസ്ഥാനിലെ 4 പ്രവിശ്യകളിൽ ഭൂവിസ്തൃതിയിൽ 44%-ലേറെയുള്ള ബലൂചിസ്ഥാൻ മണ്ണ് പാകിസ്ഥാന് എന്നും ദഹനക്കേടാണ്. പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനോട് യോജിക്കാൻ ഒട്ടും താൽപര്യമില്ലാതിരുന്ന ബലൂചിസ്ഥാനെ ബലപ്രയോഗത്തിലൂടെ കൂട്ടിച്ചേർക്കുകയായിരുന്നു. അന്നു മുതൽ സ്വതന്ത്ര ബലൂചിസ്ഥാനു വേണ്ടി 5ഓളം വിമോചന സംഘടനകളാണ് അവിടെ പോരാടുന്നത്. കൂട്ടത്തിൽ ആൾബലത്തിലും ആയുധക്കരത്തിലും മുന്നിലുള്ളത് ബലൂച്ച് ലിബറേഷൻ ആർമി എന്ന BLA ആണ്. പാകിസ്ഥാൻ സർക്കാരിനെതിരെ എന്നും വെല്ലുവിളി ഉയർത്തുന്ന BLA കഴിഞ്ഞയാഴ്ച നടത്തിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സർക്കാരിന് ഇരട്ടി പ്രഹരമായി. ബലൂച്ച് സായുധ സേനയുടെ 3 ഗ്രൂപ്പുകൾ ബലൂചിസ്ഥാന്റെ തലസ്ഥാനമായ ഖ്വറ്റ പിടിച്ചെടുത്തുവെന്നും പാകിസ്ഥാൻ പതാകയ്ക്കു പകരം BLAയുടെ പതാക ഉയർത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ. പാക് സേനയ്ക്കെതിരെ ആക്രമണം കടുപ്പിച്ച BLA കെച്ചിലെ തൂർബത്തിൽ പാക് സൈനിക പോസ്റ്റിനു നേരെ വെടിവെപ്പും സ്ഫോടന പരമ്പരയും നടത്തിയിരുന്നു. ഗിന്ന, നസീറാബാദ് പ്രദേശങ്ങളിലെ സൈനിക പോസ്റ്റിനു നേരെ റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും പ്രയോഗിച്ചു. മീരാബാദ്, ടംബ് തുടങ്ങിയ പ്രദേശങ്ങളിൽ ശക്തമായ സ്ഫോടനങ്ങളുണ്ടായി. ഇവിടെ പ്രകൃതി ധാതുക്കൾ കൊണ്ടുപോയ വാഹനങ്ങളും ആക്രമിക്കപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഏതാനും ആഴ്ചകളായി BLA പാക് സൈന്യത്തിനു നേരെ തുടർച്ചയായി ആക്രമണങ്ങൾ നടത്തി വരികയായിരുന്നു. ഖ്വറ്റയിൽ നിന്ന് പെഷവാറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് യാത്രാ തീവണ്ടി തട്ടിയെടുത്ത് BLA വിലപേശിയതും പാകിസ്ഥാന് നാണക്കേടായി. പ്രകൃതി സമ്പത്ത് കൊണ്ട് അതിസമ്പന്നമായ ബലൂച്ച് മേഖലയിൽ ചൈനയ്ക്ക് വൻ നിക്ഷേപമുണ്ട്. ചൈന ബലൂച്ച് വിടണമെന്നാവശ്യപ്പെടുന്ന BLA ചൈനീസ് പൗരന്മാർക്കെതിരെ ഒളിയുദ്ധം നടത്തുന്നതും പാക് സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതിനിടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഖൈബർ പക്തൂൻഖ്വയിൽ പാകിസ്ഥാൻ താലിബാൻ പാക് ഭരണകൂടത്തിനെതിരെ ആക്രമണം ശക്തമാക്കി. സർക്കാരിനെ അട്ടിമറിക്കുകയാണ് പാക് താലിബാന്റെ ലക്ഷ്യം. ഇക്കൊല്ലം മാത്രം 500-ലേറെ പേരെ ഖൈബർ പക്തൂൻഖ്വയിൽ ഇവർ വധിച്ചു. പാകിസ്ഥാൻ സൈനിക മേധാവിക്ക് എത്തി നോക്കാൻ പോലും കഴിയാത്ത ഈ പ്രവിശ്യയിൽ പാകിസ്ഥാൻ താലിബാന് സ്വന്തം കോടതി പോലുമുണ്ട്. അഫ്ഗാൻ അതിർത്തിയിലെ അസ്വസ്ഥതകളും പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. നേരത്തെ ഇരവാദം മുഴക്കുമ്പോൾ ഓടിയെത്തുന്നവരൊന്നും പാകിസ്ഥാന്റെ 7 അയലത്തടുക്കാതെ ഒഴിഞ്ഞുപോകുന്നു. സൗദി അറേബ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങളൊന്നും പാകിസ്ഥാനെ സഹായിക്കാനെത്തുന്നില്ല. സഹോദര രാജ്യങ്ങളിൽ നിന്ന് പോലും ഒറ്റപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് വലിയ തിരിച്ചടിയാണ്. അതേസമയം മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്രികെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി. ലാഹോറിൽ തെഹ്രികെ പാർട്ടി പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. ഇമ്രാൻഖാനെ തടവറയിൽ നിന്നും മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ്
പാർട്ടി പ്രവർത്തകർ പ്രക്ഷോഭം നടത്തിയത്. അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാനെ രക്ഷിച്ച് വീണ്ടും അധികാരത്തിലെത്തിക്കാനുള്ള അവസരമായി അദ്ദേഹത്തിന്റെ അണികൾ ആഭ്യന്തര സംഘർഷ സാഹചര്യം മുതലെടുക്കുന്നു. വൻ സുരക്ഷ ഒരുക്കിയിട്ടും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ 5 കൊടും ഭീകരർ ഉൾപ്പെടെ 100-ലേറെ പേരെ കൊന്നതും പാക് ഭരണകൂടത്തെ പ്രതിസന്ധിയിലാക്കി. പാക് സർക്കാർ പറയുന്ന പ്രതിരോധം വെറും പൊള്ളയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവമെന്നാണ് പാക് ജനത ചൂണ്ടിക്കാട്ടുന്നത്. അതിനിടെ പാക് സൈന്യത്തിലെ ഉന്നതർക്കിടയിലെ ഭിന്നതയും മറനീക്കി പുറത്തുവന്നു. അനാവശ്യ സംഘർഷത്തിലേക്ക് ഇന്ത്യയെ വലിച്ചിട്ടതിന്റെ ഉത്തരവാദി സൈനിക മേധാവി അസീം മുനീറാണെന്നാണ് ചിലരുടെ കുറ്റപ്പെടുത്തൽ. അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തെന്നുവരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. സൈന്യത്തിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടുവെന്നും സൂചനയുണ്ട്. കോടിക്കണക്കിന് രൂപ സ്വന്തം പേരിൽ വിദേശത്തേക്ക് കടത്തി തുടങ്ങി നിരവധി കാരണങ്ങൾ ചുമത്തി രാജ്യദ്രോഹത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്ക് മുനീറിനെ വിധേയനാക്കാൻ സാധ്യതയുണ്ടെന്നും ചില പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യയെ പ്രതിരോധിക്കാൻ പരാജയപ്പെട്ട അസീം മുനീറിന്റെ തലയ്ക്കായി മുറവിളി ശക്തമായി. പാകിസ്ഥാൻ ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംസദ് മിർസയെ അസീം മുനീറിന് പകരം നിയമിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിച്ച മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾ ലക്ഷ്യം കാണാതെ പോയതും വിമർശനത്തിനിടയാക്കി. 90% ആയുധങ്ങളും പാകിസ്ഥാൻ ചൈനയിൽ നിന്നാണ് വാങ്ങുന്നത്. ആ നിലയ്ക്ക് ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ പരാജയമായും പാകിസ്ഥാനിലെ മാധ്യമങ്ങളും ജനങ്ങളും ഇതിനെ കാണുന്നു. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെതിരായ ട്രോൾ പൂരവും പാകിസ്ഥാനിലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. ഇന്ത്യയുടെയും രാജ്യത്തിനുള്ളിലെയും തിരിച്ചടികളെ നേരിടാൻ കഴിയാത്ത, ആത്മവിശ്വാസമില്ലാത്ത ദുർബലനാണ് ഷെരീഫ് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പാക് പൗരന്മാരുടെ വിമർശനം. ആഗോള കത്തോലിക്ക സഭയ്ക്ക് പുതിയ ഇടയൻ. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തയെ വോട്ടവകാശമുള്ള കർദിനാൾമാർ 3/2 ഭൂരിപക്ഷത്തോടെ പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുത്തു. ലിയോ 14 മാർപ്പാപ്പ എന്ന നാമവും അദ്ദേഹം സ്വീകരിച്ചു. പാവങ്ങളുടെ മെത്രാൻ എന്നറിയപ്പെട്ടിരുന്ന പ്രവോസ്ത് അമേരിക്കയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മാർപ്പാപ്പയാണ്. നമുക്ക് സമാധാനത്തിൽ ഒറ്റ ജനതയാവാം എന്ന് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലിയോ 14 ലോകത്തിന് ആശംസ നേർന്നുകൊണ്ട് പറഞ്ഞു. ലിയോ 14 മാർപ്പാപ്പയുടെ ഔദ്യോഗിക സ്ഥാനാരോഹണം മെയ് 18 നടക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും ബെനഡിക്ട് 16 പാപ്പയുടെയും ശൈലികൾ ചേരുന്ന വ്യക്തിത്വമെന്നാണ് ലിയോ 14 പാപ്പയ്ക്കുള്ള വിശേഷണം. നിർമ്മിത ബുദ്ധി മനുഷ്യകുലം നേരിടുന്ന സങ്കീർണമായ വെല്ലുവിളിയെന്ന് ലിയോ 14 പ്രതികരിച്ചു. കഴിഞ്ഞ 12 വർഷത്തെ ഫ്രാൻസിസ്കൻ സമീപനങ്ങൾ എത്രത്തോളം തുടരാനാകുമെന്നതാവും പുതിയ പാപ്പയുടെ മുന്നിലെ വെല്ലുവിളികളിൽ പ്രധാനപ്പെട്ടത്. ചെറിയൊരു പുകക്കുഴലിന്റെ അറ്റത്തായിരുന്നു 2 ദിവസത്തോളം ലോകത്തിന്റെ മനസ്സ്. വത്തിക്കാനിലെ സിസ്റ്റൻ ചാപ്പലിന്റെ ചിമ്മിനിയിലെ പുകക്കുഴൽ ലോകത്തെ ഏറ്റവും വലിയ വാർത്തയുടെ ഉറവിടമായ അത്യപൂർവ നിമിഷം. പുകക്കുഴലിൽ നിന്നുയർന്ന വെളുത്ത പുകയിൽ ഭാഷാ തടസ്സമൊന്നുമില്ലാതെ ലോകം ആ വാർത്ത വായിച്ചു. അപ്പോൾ വത്തിക്കാൻ ചത്തുരത്തിൽ കൂടിയിരുന്ന ആയിരക്കണക്കിന് ആളുകൾ തങ്ങൾക്ക് പുതിയൊരു പാപ്പയെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞു. പാപ്പ നീണാൾ വാഴട്ടെ എന്നർത്ഥത്തിൽ വിവാ ഇൽ പാപ്പ എന്ന് വിളിച്ചവരുടെ മുഖത്ത് സന്തോഷവും ആകാംക്ഷയും തിരതള്ളി. ആരായിരിക്കും ആ വലിയ ഇടയൻ എന്നായിരുന്നു അടുത്ത ആകാംക്ഷ. വെളുത്ത പുക വിണ്ണിലേക്ക് ഉയർന്നു. 70-ാം മിനിറ്റിൽ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിലെത്തിയ പ്രോട്ടോഡീക്കൻ കർദിനാൾ ഡൊമിനിക് മമ്പർട്ടി ജനക്കൂട്ടത്തോടായി പ്രശസ്തമായ ആ വാക്കുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ഹബേമോസ് പാപ്പം, അതെ, നമുക്ക് പുതിയ പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്ന് ഉച്ചരിച്ച ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പയുടെ പേര് വിശ്വാസി സമൂഹത്തെ അദ്ദേഹം അറിയിച്ചു. തുടർന്ന് സ്നേഹത്തിന്റെ ഒരു മുഖം ബാൽക്കണിയിൽ തെളിഞ്ഞു. പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തായിരുന്നു സ്നേഹചന്ദ്രികയായി ബാൽക്കണിയിൽ തെളിഞ്ഞത്. ദിവസങ്ങൾക്ക് മുൻപ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ സന്ദേശം നൽകിയ സ്ഥലത്തുനിന്ന് പ്രവോസ്ത് വിശ്വാസികൾക്ക് നേരെ കൈവീശി പറഞ്ഞു, സമാധാനം നമ്മോടുകൂടെ. ലോകമേറ്റവുമധികം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളായിരുന്നു അത്. ബൈബിളിൽ തൊട്ട് സത്യം ചെയ്ത് കർദിനാൾമാർ പെപ്പല കോൺക്ലേവിന്റെ 2-ാം ദിനത്തിലാണ് ആഗോള കത്തോലിക്ക സഭയ്ക്കും വിശ്വാസികൾക്കുമായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തിനെ പുതിയ പാപ്പയായി തെരഞ്ഞെടുത്തത്. വലിയ ഇടയനായി തെരഞ്ഞെടുക്കപ്പെടുന്ന മാർപ്പാപ്പയുടെ ആദ്യ ചുമതല സ്വന്തം പേര് തെരഞ്ഞെടുക്കുക എന്നതാണ്. ലിയോ 14 എന്ന നാമമാണ് റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത് സ്വീകരിച്ചത്. മാർപ്പാപ്പയായുള്ള തെരഞ്ഞെടുപ്പ് 2-ാം ജന്മമാണ് എന്ന സൂചനയാണ്
പുതിയ പേര് സ്വീകരിക്കുന്നതിന് പിന്നിൽ. ആദ്യ പാപ്പയായിരുന്ന വിശുദ്ധ പത്രോസാണ് ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ച ലിയോ 13 മാർപ്പാപ്പയുടെ പേര് സ്വീകരിച്ചതോടെ നയം വ്യക്തമാക്കിയ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്ത് സഭ ദരിദ്രർക്കും അവകാശങ്ങൾക്കായി പോരാടുന്നവർക്കുമൊപ്പം നിലനിൽക്കുമെന്നതിന്റെ സൂചനയാണ് നൽകിയത്. മെയ് 7-ാം തീയതി ധ്യാനത്തോടെ തുടങ്ങിയ 71 രാജ്യങ്ങളിൽ നിന്നുള്ള 133 കർദിനാൾമാരുടെ കോൺക്ലേവിന്റെ 4ാം വട്ട വോട്ടെടുപ്പിലാണ് 267-ാം മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തവിനെ തെരഞ്ഞെടുത്തത്. അമേരിക്കയിൽ നിന്നുള്ള 69-കാരനാണ് ലിയോ 14. അമേരിക്കയിൽ നിന്ന് ആദ്യമായി ഒരു മാർപ്പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നതും ചരിത്രമായി. യുഎസിലെ ഷിക്കാഗോയിൽ ജനിച്ചുവെങ്കിലും ലിയോ 14 കർമ്മമേഖല തെക്കേ അമേരിക്കയിലെ പെറുവായിരുന്നു. അധികാരപരമായി നോക്കുമ്പോൾ യുഎസിൽ നിന്ന് പാപ്പ ഉചിതമല്ലെന്ന സഭയുടെ അലിഖിത നിലപാട് തിരുത്തിക്കുറിച്ചാണ് ലിയോ 14 വിശുദ്ധ പദവിയിലെത്തുന്നത്. കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമി യൂറോപ്പിൽ നിന്നാകുമെന്നാണ് ഏറെ പേരും പ്രവചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ മാർപ്പാപ്പയാകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ ഓരോന്നായി പുറത്തു വരുമ്പോഴും കർദിനാൾമാരിൽ താരതമ്യേന പ്രായം കുറഞ്ഞ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തവിനുള്ള സാധ്യതയെക്കുറിച്ച് പറഞ്ഞത് വളരെ കുറച്ചുപേരായിരുന്നു. ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് കുടുംബങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും കടക്കുക. അവർ എവിടെയാണെങ്കിലും മാർപ്പാപ്പയായി തെരഞ്ഞെടുത്ത ശേഷം ലിയോ 14 പ്രതികരണം ഇതായിരുന്നു. മാർപ്പാപ്പ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകൾ മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചായിരുന്നു. മാർപ്പാപ്പയെ തെരഞ്ഞെടുത്ത കോൺക്ലേവിൽ പങ്കെടുത്ത 133 കർദിനാൾമാരിൽ 80% പേരെയും നിയമിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹത്തിന്റെ പുരോഗമനപരമായ ആശയങ്ങളുടെ പിന്തുടർച്ചക്കാരിൽ ഒരാൾ മാർപ്പാപ്പയായി എത്തുന്നതിന് കാരണവും അതുതന്നെ. ഷിക്കാഗോയിലെ ഇലിനോയിൽ 1955 സെപ്റ്റംബർ 14 ഫ്രാൻസിസ് റോബർട്ട് പ്രവോസ്തിന്റെ ജനനം. പിതാവ് ഫ്രഞ്ച് ഇറ്റാലിയൻ വംശജനായ ലൂയി മരിയസ് പ്രവോസ്ത്. 2ാം ലോക യുദ്ധകാലത്ത് അദ്ദേഹം US നാവികസേനയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അമ്മ സ്പാനിഷ് വംശജയായ മെൽഡഡ് മാറ്റിനസ്. 2 സഹോദരന്മാരും ലിയോ 14 ദൈവ വഴിയിലായിരുന്ന ഫ്രാൻസിസ് പ്രവോസ്ത് അൾത്താര ബാലനായിരുന്നു. 1977 വില്ലാനോവ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ ബിരുദം നേടി. തുടർന്ന് തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും പഠിച്ചു. കനോൻ നിയമം പഠിക്കാനായി റോമിലെത്തിയ അദ്ദേഹം 1981 ദൈവിക പദവിയിലെത്തി. വിശുദ്ധ സെയിന്റ് അഗസ്റ്റിന്റെ ആശയങ്ങളിൽ ആകർഷിക്കപ്പെട്ട് സെന്റ് അഗസ്റ്റിൻ ഓർഡർ സഭാസമൂഹത്തിൽ ചേർന്ന അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതവും അവിടെയായി. സെന്റ് അഗസ്റ്റിന്റെ നിയമവും ചട്ടവും പിന്തുടരുന്ന സഭയാണ് 1244 സ്ഥാപിതമായ അഗസ്റ്റിനിയൻ സഭ. ആ സഭയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ എന്ന പ്രത്യേകതയും കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്തിനുണ്ട്. സെന്റ് അഗസ്റ്റിൻ സമൂഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫ്രാൻസിസ് പ്രവോസ്ത് 30-ാം വയസ്സിൽ 1985 പെറുവിലെത്തി. 15 വർഷം പെറുവിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവിടെ അദ്ദേഹം ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ലാറ്റിൻ അമേരിക്കൻ സഭയുടെ സാമൂഹിക ആത്മീയ വെല്ലുവിളികൾ അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം ദരിദ്രർക്കായുള്ള സഭ എന്ന ദർശനത്തിന്റെ വക്താവായി. 2015 ഫ്രാൻസിസ് പ്രവോസ്ത് പെറുവിലെ ചിക്ലയോയിലെ ബിഷപ്പായി. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വത്തിക്കാന്റെ ബിഷപ്പുമാർക്കുള്ള സിനഡിന്റെ തലവനായി നിയമിച്ചു. ലോകമെമ്പാടുമുള്ള മെത്രാൻമാരുടെ നിയമനത്തിനും പരിശീലനത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഉത്തരവാദിത്തമായിരുന്നു അത്. 2023 ആർച്ച് ബിഷപ്പായ അദ്ദേഹത്തെ 2024 കർദിനാളുമാക്കി. 1 വർഷത്തിന് ശേഷം തികച്ചും അപ്രതീക്ഷിതമായി ആഗോള കത്തോലിക്കാ സഭയുടെ മാർപ്പാപ്പയാകാനുള്ള നിയോഗവും അദ്ദേഹത്തെ തേടിയെത്തി. സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായ ലിയോ 14 മാർപ്പാപ്പ യുവജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിലും ശ്രദ്ധാലുവാണ്. ദ്വിമുഖ ദൗത്യമാണ് ഓരോ മാർപ്പാപ്പയ്ക്കും നിർവഹിക്കാനുള്ളത്. അതിലാദ്യത്തേത് ലോകമെമ്പാടുമുള്ള 140 കോടിയിലേറെ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ ആചാര്യൻ എന്ന നിലയിൽ വിശ്വാസവും മൂല്യങ്ങളും കൈവിടാതെ അനുയായികളെ ക്രിസ്തുവിന്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ്. കത്തോലിക്ക സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വൃന്ദമായ തിരുസഭയായ ഹോളി സീക്കാണ് വത്തിക്കാൻ സിറ്റിയുടെ ഭരണം.
വത്തിക്കാൻ രാഷ്ട്രത്തലവൻ എന്ന നിലയിൽ രാജ്യാന്തര വിഷയങ്ങളിൽ മനുഷ്യത്വപരവും നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ടും നിലപാടുകളെടുത്ത് തിരുത്തൽ ശക്തിയായി നിലകൊള്ളുക എന്ന രാഷ്ട്രീയ ദൗത്യവും മാർപ്പാപ്പയ്ക്ക് നിർവഹിക്കാനുണ്ട്. 184 രാജ്യങ്ങളുമായി വത്തിക്കാൻ സിറ്റിക്ക് നയതന്ത്ര ബന്ധമുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങൾ വത്തിക്കാനെ പരമാധികാര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടുണ്ട്. വത്തിക്കാൻ സിറ്റിയുടെ ഭരണാധികാരിയെ നിയമിക്കുന്നതും മാർപ്പാപ്പയാണ്. എല്ലാറ്റിനുമുപരി ലോകം കാതോർക്കുന്ന ധാർമ്മികതയുടെ ശബ്ദമാണ് മാർപ്പാപ്പയുടേത്. യുദ്ധങ്ങൾക്കും കലാപങ്ങൾക്കും പട്ടിണിക്കുമെതിരെ അരുതെന്ന സുവിശേഷം ഇനി ലിയോ 14 നിന്ന് കേൾക്കാം. അതോടൊപ്പം മാറ്റത്തിന്റെ അലയൊലികൾ മുഴക്കി കടന്നുപോയ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നയങ്ങൾ കത്തോലിക്ക സഭ പുതിയ മാർപ്പാപ്പയുടെ കീഴിൽ തുടരുമോ എന്ന ആകാംക്ഷയും ലോകത്തിനുണ്ട്. ഓഹരി വിപണിയിലെ മഹാസാമ്രാജ്യത്തിലെ ഒമഹയിലെ ഒറാക്കിൾ ഇനി വിശ്രമ ജീവിതത്തിലേക്ക്. ക്ഷമ എന്ന മുതൽമുടക്കിലൂടെ കോടികൾ കൊയ്ത വാറൻ എഡ്വേർഡ് ബഫറ്റ് 60 ആണ്ടിന് ശേഷം ബെർക്ഷർ ഹാത്തവേയുടെ CEO സ്ഥാനം ഒഴിയുന്നതായി പ്രഖ്യാപിച്ചു. 11-ാം വയസ്സിൽ $115 നിക്ഷേപത്തിൽ തുടങ്ങി 94-ാം വയസ്സിൽ വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ വാറൻ ബഫറ്റിന്റെ ഓഹരി നിക്ഷേപം 22 ലക്ഷം കോടി രൂപയാണ്. ബിസിനസ് വിജയവും ജ്ഞാനവും ലളിതമായ ജീവിതശൈലിയും കാരണം ലോകം മുഴുവനുമുള്ള നിക്ഷേപകർ തങ്ങളുടെ മാതൃകാ പുരുഷനായി കാണുന്ന വ്യക്തിത്വമാണ് ബഫറ്റ്. ബഫറ്റിന്റെ പല ഉദ്ധരണികളും ഓഹരി നിക്ഷേപ രംഗത്തെ സുഭാഷിതങ്ങളാണ്. ബെർക്ഷർ ഹാത്തവേയിൽ നിന്ന് വാറൻ ബഫറ്റ് പടിയിറങ്ങുന്നതോടെ 62-കാരനായ ഗ്രെഗ് എബൽ കമ്പനിയുടെ CEO ആകും. ലോക സമ്പന്നരിൽ 5-ാം സ്ഥാനത്താണ് വാറൻ എഡ്വാർഡ് ബഫറ്റ്. സമ്പന്നതയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും കാരുണ്യം നിറഞ്ഞ മനസ്സാണ് അദ്ദേഹത്തിൻ്റേത്. വേഷം മാറി സാധാരണക്കാരുടെ ഇടയിലേക്ക് ചെന്ന് അർഹരായവരെ കണ്ടെത്തി അവരെ സഹായിക്കുന്ന വാറൻ ബഫറ്റ് തന്റെ സമ്പത്തിന്റെ നല്ലൊരു ശതമാനവും ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകി ലോകത്തെ വിസ്മയിപ്പിച്ചു. രാജ്യാന്തര പ്രശസ്തിയുള്ള നിർമ്മാണ കമ്പനികളോ മറ്റ് സ്ഥാപനങ്ങളോ നടത്തി സമ്പന്നനായ വ്യക്തിയല്ല വാറൻ ബഫറ്റ്. ഓഹരി വിപണിയിലൂടെയാണ് അദ്ദേഹം ലോക സമ്പന്നത പട്ടികയിലേക്ക് നടന്നു കയറിയത്. എന്നാൽ ഓഹരി വിപണിയിൽ താൻ ഏറ്റവും കൂടുതൽ നിക്ഷേപിച്ചത് ക്ഷമ എന്ന 2 അക്ഷരം മാത്രമാണെന്ന് വാറൻ ബഫറ്റ് സ്വന്തം ജീവിതം കൊണ്ട് ലോകത്തെ പഠിപ്പിച്ചു. ക്ഷമയുള്ളവൻ ചക്രവർത്തിയാകും എന്ന സുഭാഷിതത്തെ അന്വർത്ഥമാക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷമയില്ലാത്തവരിൽ നിന്ന് ക്ഷമയുള്ളവരിലേക്ക് പണം മാറാൻ സഹായിക്കുന്ന മാർഗമാണ് ഓഹരി വിപണി എന്ന ബഫറ്റയുടെ ഉദ്ധരണി ഊഹക്കച്ചവട മേഖലയിൽ പ്രസിദ്ധമാണ്. എല്ലാവരും ഓഹരികൾ വിറ്റഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ബുദ്ധിമാന്മാർ ഓഹരി വാങ്ങുക. അതുപോലെ എല്ലാവരും വാങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബുദ്ധിമാന്മാർ വിൽക്കുക. ഇതിന് രണ്ടിനുമിടയിൽ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് വേണമെന്നാണ് വാറൻ ബഫറ്റ് നൽകുന്ന മറ്റൊരു ഉപദേശം. ഓഹരി നിക്ഷേപം ഹ്രസ്വകാലത്തേക്കല്ല, ദീർഘകാലത്തേക്കായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിച്ച ബഫറ്റ് തന്റെ കമ്പനിയായ ബെർക്ഷൻ ഹാത്തവേയുടെ CEO സ്ഥാനം 2025 അവസാനത്തോടെ ഒഴിയുമെന്ന പ്രഖ്യാപനം ലോകമെങ്ങുമുള്ള മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായി. ഓഹരിയിൽ നിക്ഷേപിക്കാൻ പ്രായം ഒരു ഘടകമല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് വാറൻ എഡ്വാർഡ് ബഫറ്റ്. 11-ാം വയസ്സിലാണ് ആദ്യ നിക്ഷേപം. 1930 ഓഗസ്റ്റ് 30-ന് അമേരിക്കയിലെ നെബ്രാസ്കയിലെ ഒമാഹയിലാണ് വാറൻ ബഫറ്റിന്റെ ജനനം. അച്ഛൻ സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നതുകൊണ്ട് കുഞ്ഞുനാൾ മുതൽ തന്നെ ബഫറ്റിന്റെ മനസ്സിൽ സംരംഭക മോഹമുണ്ടായിരുന്നു. വീട്ടിൽ അല്ലലൊന്നുമില്ലായിരുന്നുവെങ്കിലും ചൂയിംഗമും കൊക്കക്കോളയും വിറ്റും കുട്ടിക്കാലത്ത് തന്നെ സ്വയം വരുമാനം നേടി. അങ്ങനെ കിട്ടിയ പണം കൊണ്ടായിരുന്നു 11-ാം വയസ്സിൽ ഓഹരി നിക്ഷേപക ലോകത്തേക്കുള്ള ആദ്യ ചുവടുവയ്പ്. സിറ്റീസ് സർവീസ് പ്രീഫെറഡ് എന്ന കമ്പനിയുടെ ഓഹരിയാണ് ബഫറ്റ് ആദ്യം വാങ്ങിയത്. ഒന്നിന് $38 വീതം ചെലവാക്കി 3 എണ്ണം വാങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ ആ ഓഹരി വില $27 ഇടിഞ്ഞു. 11-കാരന് നിരാശ തോന്നി. വില $40 ആയപ്പോൾ 3ഉം വിറ്റ് വളരെ ചെറിയ ലാഭമെടുത്തു. എന്നാൽ ബഫറ്റ് പകച്ചുപോയത് പിന്നീടായിരുന്നു. ചെറിയ ലാഭത്തിന് വിറ്റ സിറ്റീസ് സർവീസ് പ്രീഫെറഡ് കമ്പനിയുടെ ഓഹരി വില $200 കുതിച്ചു കയറിയപ്പോൾ ബഫറ്റ് ഓഹരി വിപണിയിലെ വലിയൊരു പാഠം പഠിച്ചു. നിക്ഷേപകന് വേണ്ട പ്രധാന മൂലധനം ക്ഷമയാണെന്നുള്ള പാഠം. നിക്ഷേപം ദീർഘകാലത്തേക്കായിരിക്കണമെന്നും 11-കാരനായ ബഫറ്റ്
പലവട്ടം മനസ്സിൽ ഉരുവിട്ട് പഠിച്ചു. ചെറിയ കച്ചവടങ്ങൾ ചെയ്തും ഓഹരി വിപണിയിലൂടെ ലഭിച്ചതുമായ പണം കൊണ്ട് വാറൻ ബഫറ്റ് 14-ാമത്തെ വയസ്സിൽ റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു. കൗമാരക്കാരൻ 40 ഏക്കർ ഭൂമി സ്വന്തമാക്കിയപ്പോൾ വീട്ടുകാർ പോലും അത്ഭുതപ്പെട്ടുപോയി. വാങ്ങിയ ഭൂമി വാടകയ്ക്ക് നൽകി അദ്ദേഹം പണം സമ്പാദിച്ചു. ആദായ നികുതി റിട്ടേൺ ആദ്യം ഫയൽ ചെയ്യുമ്പോൾ വാറൻ ബഫറ്റിന് 15 വയസ്സ് തികഞ്ഞിരുന്നില്ല. പണം കയ്യിൽ നിറഞ്ഞപ്പോൾ പഠനത്തിനായി സമയം കളയണോ, ആ സമയം കൂടി ഓഹരി വിപണിയിൽ ശ്രദ്ധിക്കുന്നതല്ലേ ഉചിതം എന്ന ചിന്തയായി ബഫറ്റിന്. കുട്ടിത്തം മാറാത്ത മകന്റെ ചിന്ത തിരുത്തിയത് അച്ഛനായിരുന്നു. ജീവിതത്തിൽ മുന്നേറാൻ പഠനത്തിന്റെ പ്രാധാന്യം അച്ഛൻ മകൻ ഉപദേശിച്ചു കൊടുത്തു. തുടർന്ന് പെൻസിൽവാനിയ സർവകലാശാലയിൽ ബിരുദ പഠനം, പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് നെബ്രാസ്ക ലിങ്കണിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടി. കൊളംബിയ സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുമ്പോൾ ബഫറ്റിന്റെ ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു അധ്യാപകനെ ലഭിച്ചു. ഫാദർ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന വിശേഷണമുള്ള സാമ്പത്തിക വിദഗ്ധനായ ബെഞ്ചമിൻ ഗ്രഹാം ആയിരുന്നു ആ അധ്യാപകൻ. ലോങ് ടേം നിക്ഷേപ തത്വങ്ങളെക്കുറിച്ചുള്ള ഗ്രഹാമിന്റെ സിദ്ധാന്തങ്ങൾ വാറൻ ബഫറ്റിനെ ശക്തമായി സ്വാധീനിച്ചു. മൂല്യം കുറഞ്ഞ കമ്പനികളുടെ ഓഹരികൾ വാങ്ങി ഏറെക്കാലം കയ്യിൽ വച്ച് ലാഭമുണ്ടാക്കുക എന്ന നിക്ഷേപ തന്ത്രം ബഫറ്റ് പഠിച്ചത് ബെഞ്ചമിൻ ഗ്രഹാമിൽ നിന്നായിരുന്നു. ബഫറ്റിന്റെ ജീവിത വിജയത്തിന് അടിത്തറയായതും ഈ പാഠമായിരുന്നു. പഠനം പൂർത്തിയാക്കിയ ശേഷം ബഫറ്റ് ആദ്യം ജോലിക്ക് കയറിയത് പിതാവിന്റെ ഓഹരി ബ്രോക്കറേജ് സ്ഥാപനത്തിൽ. 1952-ൽ സൂസൻ തോംസനെ വിവാഹം കഴിച്ചു. ഇതിനിടെ മൂല്യം കുറഞ്ഞ കമ്പനികളുടെ ഓഹരി അദ്ദേഹം വാങ്ങിക്കൂട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് അധ്യാപകൻ ബെഞ്ചമിൻ ഗ്രഹാമിന്റെ ന്യൂയോർക്കിലുള്ള അദ്ദേഹത്തിന്റെ ഗ്രഹാം ന്യൂമൻ കമ്പനിയിൽ ബഫറ്റിന് സെക്യൂരിറ്റി അനലിസ്റ്റായി ജോലി ലഭിച്ചു. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ കമ്പനി ഗ്രഹാം അവസാനിപ്പിച്ചുവെങ്കിലും അപ്പോഴേക്കും വാറൻ ബഫറ്റ് ഓഹരി നിക്ഷേപവുമായി ബന്ധപ്പെട്ട സൂത്രവാക്യങ്ങളെല്ലാം ഗുരുവിൽ നിന്ന് മനസ്സിലാക്കിയിരുന്നു. ജന്മസ്ഥലമായ ഒമാഹയിലെത്തിയ വാറൻ ബഫറ്റ് അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ആരംഭിച്ചു. 1962-ൽ ബഫറ്റിന്റെ ജീവിതം മാറ്റിമറിച്ച ഒരു ഭാഗ്യ പരീക്ഷണത്തിന് അദ്ദേഹം തയ്യാറായി. സാമ്പത്തിക പ്രതിസന്ധിയിലായ ബെർക്ഷൻ ഹതാവേ എന്ന ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഓഹരി അദ്ദേഹവും സുഹൃത്തായ ചാർലി മുങ്കറും വാങ്ങി. ഓഹരി വാങ്ങി മറിച്ചു വിൽക്കാമെന്ന് കരുതിയിരുന്ന ബഫറ്റിന് കമ്പനി സ്വന്തമാക്കാൻ ഒരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കമ്പനി ഉടമകൾ ഓഹരികൾ തിരിച്ചു ചോദിച്ചുവെങ്കിലും മുതൽ മുടക്കിന്റെ അടുത്തുപോലും എത്തിയിരുന്നില്ല. ഇതോടെ വാശിയിലായ ബഫറ്റ് കൂടുതൽ ഷെയറുകൾ വാങ്ങി കമ്പനി തന്നെ സ്വന്തമാക്കി. കടക്കെണിയിലായിരുന്ന ആ കമ്പനി ഇന്ന് ലോകമാകെ ശ്രദ്ധിക്കുന്ന ബിസിനസ് സാമ്രാജ്യമായി വളർന്നു. ഇൻഷുറൻസ്, ലോജിസ്റ്റിക്സ്, ഊർജം, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, വിമാനങ്ങൾ, ഫർണിച്ചർ തുടങ്ങിയ മേഖലകളിൽ സാന്നിധ്യമുള്ള ബെർക്ഷർ ഹാത്തവേക്ക് ലോകത്തെ മുൻനിര കമ്പനികളിൽ ഓഹരി പങ്കാളിത്തവുമുണ്ട്. മികച്ച കമ്പനി സ്റ്റോക്കുകൾ ഇടത്തരം തുകയ്ക്ക് വാങ്ങിക്കൂട്ടിയ വാറൻ ബഫറ്റ് 1990-ൽ തന്റെ 60-ാമത്തെ വയസ്സിൽ ശതകോടീശ്വരനായി. സാമ്പത്തിക മാന്ദ്യങ്ങളിലും മറ്റും പെട്ട് ബഫറ്റിന്റെ സമ്പത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായെങ്കിലും കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം 78-ാമത്തെ വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. ബ്ലൂംബെർഗിന്റെ ആഗോള ശതകോടീശ്വര പട്ടിക പ്രകാരം നിലവിൽ $16,900 കോടി ആസ്തിയുമായി 5ാം സ്ഥാനത്താണ് ബഫറ്റ്. നിലവിൽ ഏതാണ്ട് 22 ലക്ഷം കോടി രൂപയുടെ ഓഹരി നിക്ഷേപം വാറൻ ബഫറ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. കയ്യിലുള്ള പണം ക്ഷമയോടെ തന്ത്രപരമായി ഉപയോഗിക്കാനുള്ള ശേഷിയാണ് ബഫറ്റിനെ ലോകത്തിലെ ഏറ്റവും മികച്ച നിക്ഷേപകനാക്കി മാറ്റിയത്. ആദ്യ ഭാര്യ സൂസൻ തോംസൺ ബഫറ്റ് 2004-ൽ മരിച്ചതിനെ തുടർന്ന് 2006-ൽ അദ്ദേഹം ആസ്ട്രിഡ് മെങ്സിനെ വിവാഹം ചെയ്തു. 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. രണ്ടാമത്തെ മകൻ ഹൊവാർഡ് ഗ്രഹാം ബഫറ്റ് കമ്പനിയുടെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായേക്കും എന്നാണ് റിപ്പോർട്ട്. കേവലം $115 ആദ്യ നിക്ഷേപത്തിൽ നിന്ന് പിന്നീട് ശതകോടികൾ വാരിക്കൂട്ടി ലോക ശതകോടീശ്വര പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിലെത്തിയിട്ടും ആഡംബരത്തിലൊന്നും ഭ്രമിക്കാതെ ലാളിത്യത്തോടെയും കാരുണ്യത്തോടെയും ജീവിക്കുകയായിരുന്നു വാറൻ ബഫറ്റ്. 1958-ൽ $31,500 വാങ്ങിയ 5 മുറികൾ മാത്രമുള്ള വീട്ടിലാണ് അദ്ദേഹം ഇപ്പോഴും താമസം. കമ്പനിയിൽ നിന്ന് അദ്ദേഹം വാങ്ങുന്ന ശമ്പളം വർഷം
$1,00,000 മാത്രം. സ്വന്തം സമ്പത്തിന്റെ 99% ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. തന്റെ മരണശേഷവും കൂടുതൽ തുക നൽകാനും വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ വഴിയാണ് പ്രധാനമായും കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇക്കാര്യങ്ങളെല്ലാമാണ് ഒറാക്കിൾ ഓഫ് ഒമാഹ എന്ന വിളിപ്പേര് വാറൻ എഡ്വാർഡ് ബഫറ്റിന് നേടിക്കൊടുത്തത്. ലാഭത്തിന് പിന്നാലെയല്ല, സ്വന്തം പണം സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിന് പിന്നാലെയാണ് നിക്ഷേപകർ പോകേണ്ടത് എന്നാണ് 94-ാം വയസ്സിലും ബഫറ്റ് നൽകുന്ന ഉപദേശം. ലോകം പോയ വാരത്തിന്റെ ഈ അധ്യായം ഇവിടെ സമാപിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.